രണ്ടറ്റവും മുറിക്കും വാളുവചനം, കേൾക്കുന്നവനെ മുറിക്കും, സുവിശേഷകനെയും മുറിക്കും. ആമേൻ, ആമേൻ. ജോഷുവ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 5-ാം വാക്യം. ജോഷുവ തൻ്റെ ജനത്തോട് പറഞ്ഞു, മക്കളെ, നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ. നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കാൻ ശ്രമിക്കുവിൻ, അധ്വാനിക്കുവിൻ. അങ്ങനെ ചെയ്താൽ, അവനവനെ ശുദ്ധീകരിക്കാൻ ശ്രമിച്ചാൽ, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, ആത്മാവിനെ, ശരീരത്തെ, ചിന്തകളെ, വികാരങ്ങളെ, വിചാരങ്ങളെ ശുദ്ധീകരിക്കാൻ നീ നടത്തുന്ന ഏത് ചെറിയ ശ്രമത്തിനും ഐ ടെൽ യു, പൂർണ്ണ വിജയം ലഭിക്കുന്നില്ലെങ്കിൽ പോലും നിന്നെ തന്നെ വിശുദ്ധീകരിക്കാൻ നീ നടത്തുന്ന ഏത് ചെറിയ ശ്രമത്തിനും ദൈവം അത്ഭുതങ്ങളാൽ അകമ്പടി സേവിക്കും. കർത്താവ് അത്ഭുതങ്ങളുടെ വരമഴയാൽ നിന്നെ അനുഗ്രഹിച്ചുയർത്തും. നീ നിന്നെ തന്നെ ശുദ്ധീകരിക്കാൻ എപ്പോൾ ശ്രമിച്ചാലും, ആത്മാവിനെ ജ്വലിപ്പിക്കാൻ, ശരീരത്തെ ജയിക്കാൻ, വികാരങ്ങളെ ജയിക്കാൻ നീ എത്രമാത്രം ശ്രദ്ധിക്കുന്നുവോ അത്രമാത്രം ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നിന്റെ മേലെ വന്നു നിൽക്കും. ഇന്നത്തെ ദിവസം നീ നിന്റെ വികാരങ്ങളെയും വിചാരങ്ങളെയും ശരീരത്തെയും ചിന്തകളെയും ജയിക്കാൻ ഒന്ന് ശ്രമിക്കുക, പടപൊരുതുക, പ്രാർത്ഥിക്കുക. കർത്താവ് സത്യമായും നിനക്ക് വേണ്ടി ഒരത്ഭുതം ചെയ്യും. അതിന് നിനക്കിടവരട്ടെ, അത് കാണാൻ ഇടവരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശരീരത്തെയും മനസ്സിനെയും ശുദ്ധീകരിക്കാൻ, ശരീരത്തിൽ തേജസ് വഹിക്കാൻ, ശരീരത്തിൽ അടയാളങ്ങൾ കാണാൻ, ശരീരത്തെ വിശുദ്ധീകരിക്കാൻ, മലിനമാകാതെ സൂക്ഷിക്കാൻ, പാപത്തോട് പടവെട്ടാൻ ഇപ്പോൾ അനേകർക്ക് ശക്തി നൽകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അനിയന്ത്രിതമായ പ്രലോഭനങ്ങളിൽ നിന്ന് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ കാവലിട്ട് രക്ഷപ്പെടുത്തട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കർത്താവേ, അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഗോഡ് ബ്ലസ്. കർത്താവിൻ്റെ പരിശുദ്ധി നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.